നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ പ്രസവിക്കാത്തൊരു മകള് ആ അമ്മയ്ക്കുണ്ട്. ഈ ഞാൻ, പിന്നെ നീ. നിന്നെ ഞാൻ പ്രസവിച്ചതല്ലല്ലോ. അത് ശരിയാ. ഞാൻ പ്രസവിക്കാത്തൊരു മകൾ എനിക്കുണ്ട്. അതിനാ ഈ പാല്. മോളെ, ഞാൻ ഇങ്ങോട്ട് വന്നത് മോളോട് സീരിയസ് ആയ ഒരു കാര്യം പറയാനാ. എന്താ അമ്മേ? നീയും കാർത്തിയും കൂടി ഒരുമിച്ചൊരു പൂജ ചെയ്യണമെന്ന ജ്യോതിഷവിധി. അതെങ്ങനെ നടക്കും അമ്മേ? എടറി നടക്കുന്ന ACP എങ്ങനെ എന്നോടൊപ്പം ഇരുന്ന് പൂജ ചെയ്യും? പക്ഷെ അവനെ കൂടെ ഇരുത്തി നിങ്ങൾ ഒരുമിച്ച് പൂജ ചെയ്താലേ ഈ തറവാട്ടിലെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടു. അങ്ങനെ വേണമെങ്കിൽ അത് വല്ല ഉടായ്പില് കൂടെ പറ്റൂ. ഏതായാലും അമ്മ വിഷമിക്കണ്ട, ഒരു വഴി ഒത്തുവരും. ജോത്സ്യം പറഞ്ഞതുപോലെ പൂജയും നടക്കും. ഞാൻ ഏറ്റു. അമ്മ ധൈര്യമായിട്ടിരുന്നോ. ഓ, ഗൂഢാലോചനയാ. കേൾക്കാം. എന്നാൽ അങ്ങനെ ആവട്ടെ മോളെ, പിന്നെ കാണാം. മോള് ഒന്നുകൂടെ ആലോചിക്കേ. ഒന്ന് നിന്നേ. തന്ത്രം മെനഞ്ഞു കഴിഞ്ഞോ? എന്ത് തന്ത്രം സാവിത്രി? മഞ്ഞപ്പിത്തുള്ളവര് നോക്കിയാല് എല്ലാം മഞ്ഞച്ചിരിക്കും. എന്തോന്നായിരുന്നടി ഇവിടെ കുതന്ത്രം? കുതന്ത്രോ? നീയും ആ നന്ദിനിയും കൂടി ഇവിടെ നിന്ന് എന്തോ രഹസ്യമായ പ്ലാൻ തയ്യാറാക്കായിരുന്നല്ലോ. എന്തായിരുന്നു ആ പ്ലാൻ എന്നാ ഞാൻ ചോദിച്ചത്. മറ്റുള്ളവര് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതേ യൂസ്ലെസ് ഫെലോകളാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതേടി, ഞാൻ യൂസ്ലെസ് ഫെലോയാ. അതുകൊണ്ട് തന്നെ ചോദിക്കേ, എന്നെ എന്റെ മകനെ വാരിക്കുഴിയിൽ വീഴ്ത്താനുള്ള കോൺസ്പിറൻസി അല്ലേടി ഇവിടെ നടന്നത്? വാരിക്കുഴിയിൽ വീഴാൻ നിങ്ങളെന്താ കാട്ടാനെയാണോ? സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. കുതന്ത്രം, നല്ല പേര്. ആ കുതന്ത്രം ഇവർക്കിട്ട് പ്രയോഗിക്കാം. അതിന്റെ സത്യം ഞാൻ പറയട്ടെ. സത്യം പറയണം, സത്യമേ പറയാവൂ. ഇത് ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾ എന്തായാലും എന്റെ ACPയുടെ അമ്മയല്ലേ, അതാ. നീ കിടന്ന് ഡപ്പാങ്കൂത്ത് കളിക്കാതെ കാര്യം പറ. അതായത് മുത്തശ്ശി പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോ ഈ കുടുംബത്തില് എന്തോ വലിയ ആപത്തും ഒരു അപകടവും കാണുന്നുണ്ട്. അതിന് കുഞ്ഞ് ജനിച്ചതിന്റെ ദോഷമാണെന്നാ പ്രശ്നവിധിയിൽ തെളിഞ്ഞത്. അതിനാ ദോഷം മാറണമെങ്കിലേ ഞാനും ACPയും ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യണം. കൊള്ളാമല്ലോടി വിദ്യ. അങ്ങനെ നീയും കാർത്തികും ഒരുമിച്ചിരുന്ന് ഒരു പൂജ ഇവിടെ ചെയ്യണ്ട. ദേ, അത് തന്നെയാ അവരും പറയുന്നത്. ഇളയച്ചനാണ് വലിയ നിർബന്ധം. ഈ പൂജ ചെയ്യാനേ അവരാരും തയ്യാറല്ലാന്ന്. അത് കൊള്ളാലോ. അവനെന്താ പൂജ ചെയ്യാത്തത്? അതിലവർക്ക് സന്തോഷമുള്ളൊരു കാര്യമുള്ളതുകൊണ്ട്. എന്ത് സന്തോഷം? ACPയുടെ കൊച്ചേ അച്ചമ്മക്കാലനാണെന്നാ പ്രശ്നം വിധി. അതിന്റെ 28 കെട്ടിന് മുൻപേ ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മ ഇടിവെട്ടിയിട്ട് ചാവുന്ന ജോൽസിന്റെ പ്രവചനം. എന്റെ ദൈവമേ, ഇടിവെട്ടിയിട്ടുള്ള ദുർമരണം ഞാൻ ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടില്ല. എന്തായാലും അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുന്നു. ദുഷ്ടേ, എന്റെ ദൈവമേ, ഇടിവെട്ടേറ്റെങ്ങാനും ചാവേണ്ടി വരുമോ? അയ്യോ. കാത്തുനിന്ന് മുഷിഞ്ഞോ? സാറിന് വേണ്ടി കാത്തു നിൽക്കുന്നതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ആ കാത്തിരിപ്പിനൊരു പ്രയോജനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഒടുവില് പോസിറ്റീവായ ഒരു ന്യൂസും ഉണ്ടാവും. ഓഫ് കോഴ്സ്. ഇപ്പോഴും അതുപോലെ ഒരു ന്യൂസ് അറിയിക്കാനാ ഞാൻ ഇന്ദ്രജിയോട് കാണണമെന്ന് പറഞ്ഞത്. എന്താ സർ?
നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെ. ഇന്ന് കാർത്തികിനെ കാണാൻ DGP ചെമ്പകമംഗലം സന്ദർശിക്കും. ഏ നീരു സർ? നേര് തന്നെ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ കുറെ ദൂതന്മാരുണ്ട്. താങ്ക് യു സർ. ഞാൻ ഏൽപ്പിച്ച ഒരു ദൗത്യം സർ വളരെ ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. താങ്ക് യു. നിങ്ങളുടെ കാര്യം ഞാൻ എന്റെ ഒരു കാര്യമായിട്ട് തന്നെ എടുക്കുന്നത്. അതും അറിയാം സർ. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ചെമ്പകമംഗലത്തേക്കൊന്ന് പോവും. DGPയുടെ കയ്യിൽ നിന്ന് കാർത്തിക് ഡിസ്മിസൽ ഓർഡർ വാങ്ങുന്നത് എനിക്ക് നേരിട്ടൊന്ന് കാണണം. അവന്റെ അഹങ്കാരത്തിന് കിട്ടിയ മനോഹരമായ ആ അടി എനിക്ക് കൺകുളിർക്കെ കാണണം. സത്യം പറഞ്ഞാൽ സ്ത്രീ പീഡനമാണ് കേസ്. സർവീസിൽ നിന്നുള്ള ഡിസ്മിസൽ മാത്രമല്ല, ജാമ്യമില്ലാ വകുപ്പാണ്. അകത്ത് കിടക്കേണ്ടി വരും. കിടക്കട്ടെ, കിടക്കണം. അവനെ ഞാൻ അഴിക്കുള്ളിൽ കിടത്തും. ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ അവളെ ബലമായി പിടിച്ച് പരസ്യമായി താലി കെട്ടുക, അവളെ അപമാനിക്കുക. ഇക്കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ ആൾക്കാർ DGP അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങൾ കൃത്യമായി അറിയാനും ആക്ഷൻ എടുക്കാനുമാണ് DGP നേരിട്ട് തന്നെ ചെമ്പകമംഗലത്തേക്ക് പോകുന്നത്. അവിടെ മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്നവരാ എന്റെ ബദ്ധശത്രുക്കള്. ആ നന്ദിനിയും രാജലക്ഷ്മി അമ്മയും. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് കാർത്തിക്കിനെ ഒതുക്കണമെന്ന് തന്നെയാ എന്റെ വാശി. അതിന് കാരണം കാർത്തിക് ചെറുപ്പം മുതലേ അവരുടെ ആളായിരുന്നു. പക്ഷേ മീനാക്ഷി അങ്ങനെയല്ല. മാത്രമല്ല, മീനാക്ഷിയെ എന്റെ മകളായി എനിക്ക് കിട്ടണം. അവൾ എന്റേത് മാത്ര. കാർത്തിക് അകത്ത് കിടക്കണമെങ്കിലും അവന്റെ ജോലി പോകണമെങ്കിലും മീനാക്ഷിയുടെ മൊഴി പോലിരിക്കും. അവൾ DGPയോട് പറയണം തന്റെ അനുവാദമില്ലാതെ തന്നെ ബലമായി പിടിച്ച് താലി കെട്ടിയതാണെന്ന്. അവളങ്ങനെ മൊഴി കൊടുക്കുവോ? അതിനെന്താ സംശയം? അവൾക്കേറ്റ അപമാനത്തിന് അവൾ പ്രതികാരം വീട്ടാതിരിക്കും. 100% അവൾ അവനെതിരായി മൊഴി കൊടുക്കും. എങ്കിൽ ACP കാർത്തിക് നേരെ ജയിലിലേക്ക്. ദുര്യോധനന് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് പോലെ ഇന്ദ്രജിക്ക് ചെമ്പകമംഗലം ശത്രുക്കളുടെ വീട. പക്ഷേ കണ്ണിന് ഇളനീർ കുഴമ്പ് പോലെ കുളിർമയേറിയ ആ കാഴ്ച കാണാൻ എനിക്ക് ചെമ്പകമംഗലത്തേക്ക് പോയല്ലേ പറ്റൂ. ഓൾ ദി ബെസ്റ്റ്. എങ്കിൽ ഇന്ദ്രജ പോയിട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.